കളങ്കാവലിലെ കഥാപാത്രം മമ്മൂക്ക എങ്ങനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ പേഴ്സണലി ഞാൻ ചിന്തിച്ചത്. കാരണം മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് മമ്മൂക്ക. അദ്ദേഹത്തിന്റെ ഇമേജിനെ ഒരു തരത്തിലും അദ്ദേഹം ഭയക്കുന്നില്ല എന്നുള്ളത് അടിവരയിട്ടുകൊണ്ടാണ് ഈ സിനിമ മുഴുക്കെ അദ്ദേഹം അഭിനയിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം ഈ സിനിമയിൽ എവിടെയും അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ ന്യായീകരിക്കുന്ന ഒരു വാചകം പോലുമില്ല, ഒരു പ്രവൃത്തി പോലുമില്ല. അത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. എന്നിട്ട് പോലും ഒരു തരത്തിലും അദ്ദേഹം ഈ കഥാപാത്രത്തെ വേണ്ടാന്ന് വെച്ചിട്ടില്ല. ഈ കഥാപാത്രം കാണിക്കുന്ന എല്ലാ വഷളത്തരവും സ്ക്രീനിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ മമ്മൂട്ടി തയ്യാറായി എന്നുള്ളതാണ്. വിനായകൻ എന്ന സൂപ്പർ താരമല്ലാത്ത അഭിനേതാവിനെ നായകനാക്കി മമ്മൂട്ടിയെ വില്ലനാക്കി ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസും ഒരു പക്ഷേ ഏറ്റെടുക്കില്ല. അത് ചെയ്തതും മമ്മൂട്ടി എന്ന നിർമ്മാതാവാണ്. ആ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മമ്മൂട്ടി എന്ന മലയാളത്തിന്റെ അതുല്യ നടനാണ്. മമ്മൂട്ടിക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല ഈ ഒരു സൂപ്പർ സ്റ്റാർഡം ക്യാരി ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇമേജ് ബ്രേക്കിംഗ് മൂവി ചെയ്യാൻ. കാരണം അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം പലപ്പോഴും അത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. കോടി ക്ലബ്ബുകളോ ബോക്സ് ഓഫീസ് വിജയങ്ങളൊന്നും ഈ മനുഷ്യനെ ഒട്ടും ഭ്രമിപ്പിക്കുന്നില്ല എന്നുള്ളത് ഇത്തരം സിനിമകളിലൂടെ അദ്ദേഹം അടിവരയിടുന്നുണ്ട്. നായകനായ വിനായകന്റെ കഥാപാത്രം അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ തിയേറ്ററിനുള്ളിൽ കൈയടിക്കാവുന്ന ഒത്തിരി മൊമെന്റുകൾ അദ്ദേഹത്തിന്റെ ആരാധകർക്കും പ്രേക്ഷകർക്കും ഒക്കെ ലഭിച്ചേനെ. പക്ഷേ അത് ആ കഥാപാത്രത്തിന്റെ നായകത്വം ഉള്ളതുകൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് മമ്മൂട്ടി എന്ന അഭിനേതാവിനെ തൃപ്തിപ്പെടുത്താൻ ആ നായക കഥാപാത്രത്തിന് കഴിയുമായിരുന്നില്ല. കാരണം അദ്ദേഹം സ്ഥിരം ചെയ്തു വെച്ച ഒരു ക്ലീഷേ നായക കഥാപാത്രം തന്നെയാണ് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനും. എന്നാൽ ഇതിലെ വില്ലൻ കഥാപാത്രം മമ്മൂട്ടി ചെയ്യുമ്പോൾ അദ്ദേഹം സ്ക്രീനിൽ എത്തുന്ന ആദ്യ നിമിഷം മുതൽ പ്രേക്ഷകനൊരു ഞെട്ടലാണ്. ആ ഒരു ഞെട്ടലിൽ നിന്ന് തിയേറ്റർ വിട്ടിറങ്ങുന്നത് വരെ പ്രേക്ഷകൻ മാറുന്നില്ല എന്നുള്ളതാണ്. ആദ്യ രംഗങ്ങൾക്ക് ശേഷം കഥ മുന്നോട്ട് സഞ്ചരിക്കും തോറും ഓരോ സീനുകളിലും മമ്മൂക്കയുടെ കഥാപാത്രം വന്നു പോകുമ്പോൾ ഈ മനുഷ്യൻ ഇന്ന് വരെ ചെയ്യാത്ത രീതിയിലാണല്ലോ ഈ കഥാപാത്രത്തെ ഏറ്റെടുക്കുന്നത്, അതല്ലെങ്കിൽ അദ്ദേഹം സ്ക്രീനിൽ ഫലിപ്പിക്കുന്നത് ഇതുവരെ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കാത്ത പലതുമാണല്ലോ എന്നൊരു തോന്നൽ ഓരോ മൊമെന്റിലുമുണ്ട്. ഒരു അഭിനേതാവിനെ കുറിച്ച് ഏതാണ്ട് 400-ലധികം സിനിമകൾ ചെയ്ത മലയാളത്തിന്റെ കുലപതിയായ അഭിനേതാവിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അദ്ദേഹം എത്രത്തോളം ഷാർപ്പായിട്ടായിരിക്കും ഈ കഥാപാത്രത്തെ തെരഞ്ഞെടുത്തിരിക്കുക. അഭിനയിച്ച് ഫലിപ്പിക്കണമെന്ന ആത്മാർത്ഥതയോടുകൂടെ തന്നെ ഒരു കഥാപാത്രത്തെ ഒരു നടൻ തിരഞ്ഞെടുക്കുക എന്നുള്ളത് പ്രേക്ഷകനെ സംബന്ധിച്ചും വലിയ സന്തോഷമാണ്. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഡിഫറൻ്റ് ആയ ക്യാരക്ടർ, മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ക്രൂരനായ വില്ലൻ കഥാപാത്രം എന്നൊക്കെ നമ്മൾക്ക് കളങ്കാവലിലെ സ്റ്റാലിൻ ദാസിനെ വിശേഷിപ്പിക്കാം.